കണ്ണ് കഴുകി കാണിച്ചു കമ്പി അത് കണ്ണ് കഴുകാൻ പച്ചവെള്ളം പിന്നെ സാധാരണ കുടിക്കുന്ന വെള്ളമാണ് പച്ചവെള്ളമാണ്. കമ്പ്യൂട്ടർ, മൊബൈൽ, ഡിജിറ്റൽ യുഗം ഇന്നത്തെ ആധുനിക പ്രശ്നങ്ങൾക്ക് കണ്ണിൻ്റെ പവർ അല്ലെങ്കിൽ കാഴ്ച മങ്ങുന്നതിനൊക്കെ കാരണം നമ്മുടെ ഈ മൊബൈലിൻ്റെ റേഡിയേഷനും ലൈറ്റും. ഒരിക്കലും ടി വിയുടെ അടുത്ത് നമ്മളിപ്പോൾ ഇങ്ങനെ കാണും, ടി വി ഇങ്ങനെ കാണുന്നത് ദൂരം കീപ്പ് ഡിസ്റ്റൻസ്. പക്ഷെ മൊബൈൽ ടി വിയേക്കാൾ 100 മടങ്ങ് പവറുള്ളതാണ് അടുത്ത് വെച്ചിട്ട് കാണും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ IT അല്ലെങ്കിൽ ഇന്നത്തെ എല്ലാവരും മൊബൈൽ, ലാപ്പ്, ഇൻ്റർനെറ്റ് നോക്കുന്നതുകൊണ്ട് ഐ ഭാഷ എങ്ങനെ കണ്ണ് കഴിച്ചാൽ ഇല്ല. ഞാനിപ്പോൾ വെള്ളം എടുത്തു. ശരി, ഇവിടെ വന്നാൽ മതി. അവിടെ എടുത്തുതരാൻ വേണ്ടി വിളിച്ചു. ഒന്നുമില്ല, ഇത് വെള്ളമാണ്. എൻ്റെ കണ്ണിൻ്റെ അളവിലാണെന്നുള്ളത്. ഞാൻ നേരെ ഇത് മേലെ കൊണ്ടുവന്ന് വെള്ളം താഴെക്കും. അപ്പോൾ ഇതിലേക്ക് ഞാൻ കണ്ണ് തുറക്കുക. എന്നിട്ട് എന്താ ചെയ്യാൻ വേണ്ടി കണ്ണ് അടയ്ക്കണം, തുറക്കണം, അടയ്ക്കണം, വലത് ലെഫ്റ്റ് റൈറ്റ് അപ്പ് ഡൗൺ റൊട്ടേഷൻ ചെയ്തിട്ട് വെള്ളത്തിൽ നോക്കിയാൽ കണ്ണിന് ഒക്കെ ഉണ്ടാവും. ഞാൻ തുറന്നു, അടയ്ക്കുന്നു, ലെഫ്റ്റ് റൈറ്റ് അപ്പ് ഡൗൺ. ഇത് ഒന്നേ ഉള്ളെങ്കിലും ഒരു ദണ്ണം വെച്ച് 2 കണ്ണിലും ചെയ്യും. അതിനുശേഷം എന്തേ ഇത് നോക്കുക, കണ്ണിൽ ഉള്ള ചെറിയ പൊടി അതിനകത്തുള്ള. അപ്പം രാവിലെയും വൈകിട്ടും ഐ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിൽ ഇപ്പം നമ്മൾ ഉറങ്ങി എണീറ്റ് എന്ത് ഫീലിംഗ് കിട്ടോ ആ ഫീലിംഗ് ഇത് ചെയ്താൽ സാധാരണ ചൂടുള്ള സമയത്ത് വെളിയിൽ പോയി വന്നാൽ ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്. അത് നല്ലത് കഴിഞ്ഞു. പൊതുവേ യാത്ര കഴിഞ്ഞ് വന്ന് ഇത് ചെയ്താൽ പ്രായമോ സമയമോ നേരമോ ആർക്കും ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ മൊബൈലും കമ്പ്യൂട്ടറും ജലദോഷമുള്ളപ്പോൾ, തലവേദനയുള്ളപ്പോൾ, മൈഗ്രൈനുള്ളപ്പോൾ, വല്ലാത്ത ക്ഷീണമുള്ളപ്പോൾ ചെയ്യുന്നതാണ്. ഇതെല്ലാവരും നോക്കിയാൽ ഇളം ചൂടുണ്ട്, ഇന്ദുപ്പിട്ടുണ്ട്, ഉപ്പിൻ്റെ അംശമുണ്ട്. ആർക്കുട്ടി മാഷ് പ്രാക്ടിക്കൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. വളരെ സന്തോഷം. ആർക്കും ചെയ്യാം. എൻ്റെ പ്രൊസീജിയർ ആദ്യം ഞാൻ പറഞ്ഞത് എങ്ങനെ ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് പറഞ്ഞിരുന്നു. വായ തുറക്കുമ്പോൾ നമ്മുടെ ശ്വാസനാളത്തേക്ക് പോകുന്ന ആ വാൽവ് പാർഷ്യലി ക്ലോസ് ആണ്. അപ്പോൾ ലങ്സിലേക്ക് എന്ത് പോവില്ല, ശ്വാസം പോവില്ല. അപ്പോൾ ശ്രദ്ധിക്കാതെ നോക്കിയത് നേത്തി കപ്പ് വെള്ളം വെളിയിൽ കൊണ്ട് ഇന്ദുക്കൊണ്ട് ഇളം ചുടുവെള്ളമാണ് ഞാൻ മുന്നിലേക്ക് വളയുന്നത്. ഇത് ചെയ്യുമ്പോൾ ഡ്രസ്സിൽ വെള്ളം ആവാതിരിക്കാൻ അപ്പോൾ ഞാൻ ഫ്രണ്ടിലേക്ക് വളരണം. ഇത് എൻ്റെ റൈറ്റ് നോസ്ട്രിൽ ഞാൻ വയ്ക്കും. തല ഇങ്ങനെ ചരിക്കും. അതിനനുസരിച്ച് ഇതിങ്ങനെ ഉയർത്തുമ്പോൾ വെള്ളം ഇങ്ങനെ മൂക്കിലേക്ക് ഒറ്റയടിക്ക് ഇങ്ങനെയാക്കി മേലേക്ക് വളരണം. വായ തുറക്കണം എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ഞാൻ ഇങ്ങനെ മൂക്കിൽ വെച്ചു. വായ തുറക്കണം. ആര് ചെയ്യണമെങ്കിൽ ചെറിയ കുട്ടികളെ ചെയ്യുകയാണെങ്കിൽ വായിലൊരു വിരലിട്ടാൽ മതി. ഇങ്ങനെ ഇട്ടാൽ മതി, പേടിക്കേണ്ട ആവശ്യമില്ല. വായ തുറന്നാൽ വെള്ളപ്പെട്ടോളൂ. വായ തുറന്നോ, തല ചരിക്കണം. ഒരു കപ്പ് ഫുള്ളും ഒരു സൈഡും എടുക്കണം. കാണിച്ചു തരാൻ വേണ്ടി പാതിയിൽ നിർത്തിയത് മാറ്റും. ഒരു കപ്പ് ഫുള്ളും ഒരു സൈഡ്, ഈ സൈഡ് ഇപ്പുറത്ത്. ഇനിയൊരു കപ്പ് ചെയ്യണം. ഞാൻ ഇപ്പുറത്ത് ചെയ്യാം. അതായത് ഇങ്ങനെ ഇടത് മൂക്കി വെച്ച് വായ തുറന്നു. ഇതോടെ കഴിഞ്ഞില്ല. ഈ നോസ് വാഷ് ചെയ്തത് ഇനിയാണ് ശരിക്കുള്ള ക്രിയ. അതായത് എനിക്കിപ്പോൾ ജലദോഷം, എൻ്റെ ടോണുണ്ട്, സൗണ്ട് മാറി, ശബ്ദം മാറി. ഇതിന് ശേഷം 2 നോസ്ട്രിലിൻ്റെ ഇപ്പുറത്തേക്ക് ഒന്ന് അടച്ചിട്ട് പതുക്കെ ഈ നമ്മൾ ഇത് ചെയ്യില്ലേ, ഭസ്ത്രിക ചെയ്യുന്നത് അതിന് ഇപ്പുറത്ത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് പൂർണ്ണമാകും. അതിനുശേഷം ലോങ് വെയിറ്റും ഇപ്പോൾ രാവിലെ 2 തവണ ചെയ്ത് കാണിച്ചിട്ടാണ് എനിക്ക് എന്തൊക്കെയോ എന്നിട്ടും വന്നു. രാവിലെ 2 പേഷ്യൻസിന് കാണിച്ചു കൊടുത്തിട്ടാണ് ഞാൻ വന്നത്, എന്നിട്ടും വന്നു. അപ്പോൾ ഇത് ഇനി അതിലേക്ക് വന്നു.
അപ്പോൾ തൊണ്ട ENT ഇവിടെ കംപ്ലീറ്റ് ആയി, വെസ്റ്റ് ഇവിടെയും ക്ലിയർ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും ക്ലിയറായി. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തലവേദന എപ്പോൾ വന്നാലും ചെയ്യും, ദൂരയാത്രകളിൽ ക്ഷീണമുണ്ടെങ്കിൽ ചെയ്യും, ഉറക്കമില്ലെങ്കിൽ ചെയ്യും, ശ്വാസം മുട്ടും, അങ്ങനെ കഫത്തിൻ്റെ എന്ത് പ്രശ്നം, നല്ല ജലദോഷം മൂക്കിൽ വരുന്നേ ഇല്ല. ചിലരുടെ സംശയം ഇങ്ങനെ ചെയ്തു വെള്ളം വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് ചെയ്യുന്ന കപ്പ് മാറ്റിയിട്ട് അങ്ങനെ കുറച്ച് നേരം ആക്കിയിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് പാസേജ് ക്ലിയർ ആക്കുക. ഇതൊരിക്കലും എവിടെയും സൈനസിലോ ഉള്ളിലോ വെള്ളം പോകുന്നില്ല. ഈ പാസേജ് ഞാൻ മുൻപ് പറഞ്ഞ് നീരിളക്കം ഉണ്ടാക്കുക. വെള്ളം ഇതിലൂടെ കടന്നുപോയാൽ നമ്മുടെ ശരീരം കഫം കളയാൻ പറ്റും. അപ്പോൾ അതിലേക്കാണ് ഉപ്പിട്ട സഹായം വേഗവും, കാരണം ഒരു ഫോറിൻ മെറ്റീരിയൽ ഉള്ളിലേക്ക് വരിക. അപ്പോൾ അതിനെ കളയാൻ കഫത്തിന് കൊണ്ടുപോകും. ഇതിലാർക്കും ചെയ്യാമെന്നുള്ളൊരു കപ്പ് എടുത്തിട്ട് വരിക ചെയ്യണം. ചെയ്യാൻ ആദ്യം വെച്ച് വായ തുറക്കണം. ഇത്രയും അറിയാം, വേറെ നിങ്ങൾ എന്ത് ചെയ്താലും വായ തുറക്കണം. ഇത് പൊന്തിക്കണം. വെള്ളം ഡ്രസ് ആദ്യം ഒരുപാട് ഇപ്പുറത്ത് ചെയ്തോളൂ. ഒരു കപ്പ് പിന്നെയൊക്കെ അപ്പുറത്തെ മൂക്ക് വെക്കും, ഇങ്ങോട്ട് ചരിക്കും. വായ തുറക്കും. സാർ പിടിക്കണ്ട, വായ തുറക്കും കേട്ടോ. വായ തുറക്കും, പേടിക്കണ്ട. വായ തുറന്നില്ലേ? വായ തുറക്കും. അപ്പുറത്ത് വന്നു നമുക്ക് ചിരിക്കാം. പഠിച്ചു ഇനി ഇപ്പുറത്ത് ഈ മൂക്കിൽ വെക്കും, ഈ മൂക്കിൽ വെക്കും, മൂക്കിൽ വെക്കും. വായ തുറക്ക്, വായ തുറക്ക്, വായ തുറക്ക്. തല ചടിക്ക്. ഇനി രണ്ട് മൂക്കും താഴേക്ക് വന്നോട്ട് ഇവിടെ വെക്കുക. വെള്ളം കഫമില്ലാത്തവരാരും ഉണ്ടായില്ല. എല്ലാവരും കഫം ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കണം. എല്ലാവർക്കും കഫമുണ്ട്. ഈ കഫമാണ് നമ്മുടെ എല്ലാവരും പ്രശ്നവും. ആ കഫം പോകാനുള്ള ഏറ്റവും നല്ല വലിയ മൂക്കിലാദ്യം വെക്കണം, വായ തുറക്കണം, തല പിടിച്ചായിരിക്കും. പഠിച്ചു അത് അങ്ങനെ വെച്ചാൽ മതി. ജനിമെടുക്കുന്ന ശീലമാണ്. ഇത് ശീലമാണ്. ശീലം നമ്മുടെ ഭക്ഷണ ശീലമാണ്. തോന്നുന്നു അത് ഇങ്ങനെക്ക് പാസേജ് അടപ്പുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ തോന്നും. ചിലർക്ക് വായിൽ കൂടെ വരും. ഇവിടെ അടപ്പുണ്ടെന്ന് കഴിക്കും ചെയ്യുമ്പോൾ വായിൽ കൂടെ വേണം. ഇങ്ങനെ മൂക്കിലാദ്യം കയറ്റും. ഈ ഫോൺ മൂക്കിലേക്ക് വായ തുറക്കും, തല തടസ്സം. നോക്കാനില്ലേ? രാധികമ്മ അങ്ങോട്ടും തിരിഞ്ഞ ടീച്ചർ കാണും. നമ്മൾ വീട്ടിൽ ആദ്യം കുട്ടിക്ക് ഒരു പ്രശ്നം വന്ന് വെച്ച് നമുക്ക് ചെയ്യാൻ ഇതാകണ്ടേ. ഇനി അപ്പുറത്തെടുക്കും. ഒരു കപ്പ് ഫുള്ള് കൊടുത്ത് ആദ്യം ചെയ്യുന്ന എന്റെ പഴയ അച്ഛമാണ്. മൂക്കിൽ വെച്ചു വായ നിറക്കാൻ തലചരിക്കും. അത് പൊന്തിക്കണം. കപ്പ് പൊന്തി അത്രയോ. അതിനുശേഷം മൂക്ക് നന്നായിട്ട് ജലദോഷം വളരെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ